ഹാസൻ ആഗ്രഹിച്ചിരുന്നു. അക്കാലത്ത് മരുതനായകം എന്ന ചിത്രത്തിന് 80 കോടി ബഡ്ജറ്റിലാണ് സിനിമ നിർമ്മിക്കാനിരുന്നത്. ഇന്ത്യയിൽ നിർമ്മിച്ചിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു സിനിമയായിരുന്നു കമലഹാസൻ പ്ലാൻ ചെയ്തിരുന്ന മരുതനായകം എന്ന ചിത്രം. ചിത്രത്തിൻ്റെ അരമണിക്കൂറോളം ഷൂട്ട് ചെയ്തിരുന്നു. അതിനുവേണ്ടി മാത്രം കമലഹാസൻ തൻ്റെ സമ്പാദ്യത്തിൽ നിന്ന് 8 കോടി രൂപയോളം ചിലവാക്കുകയും ചെയ്തിരുന്നു. 1998 പോക്രാൻ 2 ഈ ആണവ പരീക്ഷണത്തിന് ശേഷം ഈ ബ്രിട്ടീഷ് കമ്പനി ഈ മരുതനായകത്തിന് വേണ്ടി ഫണ്ട് ചെയ്യാമെന്ന് ഏറ്റിരുന്ന ബ്രിട്ടീഷ് കമ്പനി പിന്മാറിയതിനെ തുടർന്ന് ചിത്രത്തിൻ്റെ ഷൂട്ട് മുഴുവനായും നിർത്തിവെക്കുകയാണ് ഉണ്ടായത്. പലതവണ വീണ്ടും ഷൂട്ട് തുടങ്ങാൻ തീരുമാനിച്ചിരുന്നുവെങ്കിലും സിനിമയുടെ ഷൂട്ടുമായി മുന്നോട്ട് പോകുവാൻ കമലഹാസന് കഴിഞ്ഞില്ല. ഇപ്പോൾ ഏറ്റവും അവസാനം 2020 കമലഹാസനും വിജയ് സേതുപതിയുമായി നടത്തിയ ഒരു അഭിമുഖത്തിൽ കമലഹാസൻ പറഞ്ഞു, ഇങ്ങനെ ഒരു ചിത്രം ഇനി തൻ്റെ വയസ്സ് ഇത്രയുമൊക്കെ ആയ സ്ഥിതിക്ക് 2 കാലഘട്ടത്തെ